ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഈ ഒരു ഉഷാജനം അല്ലൂർ ഡീലക്സ് എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു മെഷീനെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ബേസിക് സ്റ്റിച്ചസിനെ പറ്റിയും ഇത് ഞാൻ എവിടുന്നാണ് വാങ്ങിയത്, ഇതിൻ്റെ ഡെമോസ്, ഇതിൽ എംബ്രോയിഡറി ചെയ്യുന്നത് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന കുറേ ഡൗട്ടുകളാണ് ഇപ്പോൾ കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഹോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാനാണ്. നമുക്കിതാ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഫൂട്ടർ ഈ ഒരു മെഷീൻ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കിറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെ സ്റ്റിച്ചസ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ സ്റ്റിച്ച് ലെങ്ത്തും സെലക്ടറും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഈ ഒരു ഇത് കണ്ടില്ലേ, 1 2 4 3 ഈ ഒരു ഇത് മോഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ലെങ്ത്ത് നമുക്കൊരു 1 ഒക്കെ വെക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഫൂട്ടർ ഇവിടുന്ന് മാറ്റി കൊടുക്കണം. ഫൂട്ടർ മാറ്റുന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫൂട്ടറിൽ ഇവിടെ ഇതുപോലെ ചെറിയൊരു മാർക്കിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ആ ഒരു ബട്ടൺ ഹോളിന്റെ ലെങ്ത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു ഫൂട്ട് ഇതിങ്ങനെ മാറുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പീസ് തുണിയിൽ നമുക്ക് ബട്ടൺ ഹോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മുടെ ബട്ടൺ എടുക്കുക. ഇതാണ് ഈ ബട്ടൺ എടുക്കുന്നത്. ഇതിൻ്റെ അളവ് നമ്മളൊന്ന് നോക്കണം, ഏതളവിലാണ് നമുക്ക് ബട്ടൺ വേണ്ടുന്നതെന്നുള്ളത്. ഇത് എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ആ ബട്ടൻ്റെ ലെങ്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബട്ടൺ ഹോൾ വരേണ്ട ലെങ്ത്. നമുക്കിത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ നൂല് നമുക്ക് ഈ ഫൂട്ടറിൻ്റെ അടിയിലൂടെ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് തുണി ഇവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിന് കണക്കായിട്ട് നമ്മുടെ ഈ ഒരു ഫൂട്ടറും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് സെലക്ടറൊക്കെ 1 വെച്ചിട്ടുള്ളത്. സ്റ്റിച്ച് ലെങ്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ലെങ്ത് 1 ഇട്ടാൽ ഇതാ ഇതുപോലെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ലെങ്ത് ഇവിടെ ആക്കി കൊടുക്കാം, ഇടുക്കിലാക്കി കൊടുക്കാം. ഇത്ര സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീഡിൽ പൊക്കിയിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് സെലക്ടർ 2 മാറ്റി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നീട് നീഡിൽ പൊക്കി വെച്ചിട്ട് സെലക്ടർ 3 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ റിവേഴ്സ് സ്റ്റിച്ചാണ് വരാൻ പോകുന്നത്. നമ്മുടെ ആ ഒരു ലൈനിന്റെ എൻഡിൽ എത്തിയിട്ടാകുമ്പോൾ അവിടെയും നീഡിൽ പൊക്കി വെക്കുക. സെലക്ടർ 4 മാറ്റി കൊടുക്കുക. അവിടെയും 2-3 സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഈ ലൈൻ കറക്റ്റ് ആയിട്ടല്ല വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു ബോക്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടൺ ഹോള് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള സീം റിപ്പറാണ് ഉപയോഗിക്കുക. ഇതിന്റെ സെന്ററിൽ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി. ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിത് ബട്ടൺ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും.
ഇനി നമുക്ക് ബട്ടൺ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ബട്ടൺ പിടിപ്പിക്കാൻ സെയിം ഫൂട്ടർ തന്നെയാണ്. നമ്മൾ ഈ സെലക്ടറാണ് മാറ്റി കൊടുക്കുന്നത്. സെലക്ടർ നമുക്ക് സീലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പല്ല് താത്തി കൊടുക്കണം. നമുക്കിതിട്ടാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയാണ് നമ്മുടെ പല്ല് താത്തി കൊടുക്കുന്ന സ്ഥലം. ഇത് ഒരു വീഡിയോയിൽ എംബ്രോയിഡറി ചെയ്യുന്ന ഒരു വീഡിയോയിൽ പല്ലെങ്ങനെ താഴ്ത്തുന്നതെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ലിവർ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഉന്തി കൊടുക്കുമ്പോൾ ഈ ഒരു പല്ല് താന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എവിടെയാണോ ബട്ടൺ വരണ്ടേന്ന് വെച്ചാൽ ബട്ടൺ അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളിലേക്ക് നമ്മുടെ നീഡിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക വേണ്ടുന്നത്. ഇതുപോലെ 2 ഹോളിലേക്കും നീഡിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് സെലക്ടറിൻ്റെ ലെങ്ത് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ 2 ഭാഗത്തും കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നൊന്ന് സൂചി കുത്തി ഇറക്കി നോക്കിയിട്ട് കറക്റ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടൊന്ന് റിവേഴ്സ് സ്റ്റിച്ചിങ് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കാം. ഇനി കുറച്ചങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് അടുത്ത ഹോളും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ റിവേഴ്സ് സ്റ്റിച്ചിങ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ബട്ടണും ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ ബട്ടൺ നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നീറ്റൊന്നും ഇല്ലാണ്ടുള്ളത്. ബാക്കിലത്തെ നൂലൊന്നും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ബട്ടൺ ഹോൾ ഒരുപാട് അങ്ങ് വലുതാക്കി കൊടുക്കണ്ട. ബട്ടൺ ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് ലൂസ് വരും. അപ്പം നമ്മൾ ഈ ഒരു ഉഷാ ജനോ മെഷീൻ വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ബട്ടണും ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാമോ എന്ന് കമൻറ്റ് ഇട്ട ആ ഒരു ആള് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.